വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് 440 ലിങ്സ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളായിട്ട് വരുന്ന ഈ ഒരു വീട് മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വില്ല പ്രൊജക്റ്റിനുള്ളിലെ ഫസ്റ്റ് വില്ലയായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ ഉണ്ട് എന്നതാണ് ഈ ഒരു വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രീമിയമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു വില്ല പ്രൊജക്റ്റ് വളരെ മനോഹരമായ ഒരു നേച്ചർ ഫ്രണ്ട്ലി ലൊക്കേഷനാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 290 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 5.8 കിലോമീറ്ററും കാക്കനാടേക്ക് 9.3 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 11 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 14 കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.7 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 24 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും 2-വേ ലൈറ്റും സ്പോട്ട് ലൈറ്റും 4-വേ ലൈറ്റും എല്ലാമാണ് നൽകിയിരിക്കുന്നത്. 4.5 മീറ്ററിലധികമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കും 4-വേ ലൈറ്റും കൊടുത്തിട്ടാണ് വരുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിലും ഷോ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഗേറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ 2 കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ സ്പേസ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടകൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തും വിരിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് 2 വീലർ പാർക്കിങ്ങിന് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. മെറ്റലാണ് ഇവിടെയെല്ലാം വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ടാപ്പ് പോയിന്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു വെജിറ്റബിൾ ഗാർഡനൊക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ സ്പേസ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പോയിന്റാണ് വരുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ കോർട്ട്യാർഡൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിൻ്റെ സ്പേസിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ തന്നെയാണ് കിച്ചണും വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. 4 ചെയറോളം ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയുള്ളൊരു ഡിസൈനാണ് മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിന് ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. വാഷ് കൗണ്ടർ ഈ ഒരു ഏരിയയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ള മിറർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും GMൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലൊഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി പാറ്റേണിലുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ഡക്ക സ്പേസ് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അത് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചണിന് വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിലെല്ലാം തന്നെ സെറയുടെയും സൊമനയുടെയും ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ഒരു വാൾഡ്രോബിനുള്ള സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ബാത്റൂമിലും വരുന്നത്. ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിലും വുഡും എംഎസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോർത്ത് സൈഡിലേക്ക് നമുക്ക് സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈസ്റ്റ് സൈഡിലേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെയായിട്ട് വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടി ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇത് കൂടാതെ നമുക്ക് ഇവിടെയായിട്ടൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഒരു സ്റ്റഡി ടേബിളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 12 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിലെല്ലാം തന്നെ സെറയുടെയും സൊമനയുടെയും ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് ലഭിക്കുന്നത്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടറും ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈസ്റ്റ് സൈഡിലായിട്ട് ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ എംഎസിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വരുന്ന പില്ലറുകൾക്കെല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് ഈ ഒരു ബാൽക്കണിക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടുള്ള ബാൽക്കണിയിലേക്ക് വരാം. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഒരു സീറ്റിംഗ് യൂണിറ്റും ലഭിക്കുന്നുണ്ട്. ഹാൻഡ് റെയിൽ ഇവിടെ എംഎസിലാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടി വരുന്ന ഈ ഒരു ബാൽക്കണി നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഓഫീസ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജിം ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 4 സെന്റ് 440 ഇഞ്ച് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.